ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡിൽ താമസിച്ച് വരുന്ന 48 വയസ്സുള്ള സ്ത്രീയാണ് ശോഭ. ശോഭയ്ക്ക് 2 പെൺമക്കളാണുള്ളത്. ശോഭയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് അവർ രണ്ടുപേരും ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് ഒരുമിച്ച് പോകാനായിട്ട് കഴിയില്ല, അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ചെയ്യാമെന്ന്. ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയി. മൂത്ത മകളെ ശോഭയുടെ ഭർത്താവ് നോക്കാമെന്നും രണ്ടാമത്തെ മകളെ ശോഭ നോക്കാമെന്നും സമ്മതിച്ചു. തുടർന്ന് വർഷങ്ങൾ മുന്നോട്ട് പോയി. ആ 2 പെൺമക്കളും വളർന്നിട്ട് അവർക്ക് വിവാഹപ്രായം എത്തി. ഈ സമയത്ത് ശോഭയുടെ ഭർത്താവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബിസിനസ്സാണ്, അതും ബാംഗ്ലൂരിൽ തന്നെ. 48 വയസ്സുള്ള ശോഭയായിക്കോട്ടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തി വരുന്നു. ശോഭയുടെ ഭർത്താവ് വളരെയധികം പണമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാൾ നോക്കാമെന്ന് ഏറ്റ ആ മൂത്ത മകളെ അയാൾ വലിയൊരു ബിസിനസ്മാൻ ആണ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. ഡ്രൈവിംഗ് സ്കൂൾ നടത്തി വരുന്ന ശോഭയും സാമ്പത്തികമായിട്ട് അത്ര പുറകിലോട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർ നോക്കാമെന്ന് ഏറ്റ രണ്ടാമത്തെ മകളെ അവർ വലിയൊരു വീട്ടിലേക്ക് തന്നെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. 2024 ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് ശോഭയുടെ മകളുടെ വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിവാഹത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശോഭ വല്ലാത്തൊരു ഏകാന്തതയിലേക്ക് പോയി. തൻ്റെ മകൾ കൂടെയുണ്ടായിരുന്ന തൻ്റെ മകൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാതായപ്പോൾ ശോഭ വല്ലാതെ തനിച്ചായ പോലെ അവർക്ക് തോന്നി. ആ തനിച്ചാവുന്ന സമയങ്ങളിൽ അവർ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തത് ഇൻസ്റ്റഗ്രാമിലാണ്. ശോഭ ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നവീൻ എന്ന പേരിൽ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രൊഫൈൽ അവർ കാണുന്നത്. നവീൻ കാണാൻ സുന്ദരനാണ്. അതുമാത്രമല്ലാതെ നവീൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ കണ്ട സമയത്ത് അവർക്ക് നവീനോട് വല്ലാത്തൊരു താല്പര്യം തോന്നുകയാണ്. ശോഭ നേരെ നവീനൊരു റിക്വസ്റ്റ് അയച്ചു, ഹായ് എന്നൊരു മെസ്സേജും. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നവീൻ ഇത്തരത്തിൽ ആരാണ് തനിക്ക് ഒരു റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് എന്ന് എടുത്ത് നോക്കിയ സമയത്ത് ശോഭയുടെ പ്രൊഫൈൽ പിക്കാണ് കാണുന്നത്. ശോഭയുടെ പ്രൊഫൈൽ പിക്ക് കാണുന്ന സമയത്ത് പ്രായം കുറഞ്ഞ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്കാണ് അവർ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ക് കണ്ട സമയത്ത് ഒരു 35 വയസ്സ് എന്നെല്ലാമാണ് നവീൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് തനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് 48 വയസ്സുള്ള ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നവീൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ചാറ്റിങ്ങും തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ നവീൻ ചാറ്റ് ചെയ്യാനുള്ള കാരണം നവീൻ ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. നവീന് ഗേൾ ഫ്രണ്ട്സ് അങ്ങനെ ആരും തന്നെ ഇല്ല. നവീനും ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. സോ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുക എന്ന് പറയുമ്പോൾ മനസ്സ് ചിലപ്പോൾ അറിയാതെ ഇളകി പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം നവീൻ അങ്ങോട്ട് നല്ല രീതിയിൽ മെസ്സേജ് അയച്ചു, അവർ ഇങ്ങോട്ടും. അവർ ചെയ്യുന്ന ആ ചാറ്റിങ്ങിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ നമ്പർ കൈമാറിയിട്ട് പിന്നെ ഫോൺ വിളിയും തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ കോളിങ്ങും കാര്യങ്ങളെല്ലാം തന്നെയായി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർ രണ്ടുപേരും ഒരുപാട് അങ്ങോട്ട് അടുത്തു എന്ന് വേണം പറയാൻ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ചേർന്ന് റൂം ബുക്ക് ചെയ്തിട്ട് ശാരീരികമായി ബന്ധപ്പെടാനും തുടങ്ങി. വളരെ പെട്ടെന്ന് ഇവർ രണ്ടുപേരും ഈ ഒരു ശാരീരിക ബന്ധത്തിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ശോഭയുടെ മനസ്സിൽ ഈ കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അവർ ചാറ്റിംഗ് തുടങ്ങിയത്. നവീൻ ആയിക്കോട്ടെ ഇതിന് എതിർപ്പൊന്നുമില്ല, അവനും സന്തോഷം തന്നെയാണ്. സോ രണ്ടുപേർക്കും ഈ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്നാണ് അവർ ബെഡ്റൂമിലേക്ക് എത്തിയത്. ശോഭയെ നേരിട്ട് കാണുന്ന സമയത്തെല്ലാം തന്നെ നവീൻ ഒരു സംശയം ഉണ്ടായിരുന്നു. സോ അവരുടെ കയ്യിലെല്ലാം തന്നെ തൊടുമ്പോൾ അറിയാലോ, എന്തായാലും ഇത്രയധികം ഏജുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാം, എന്തൊക്കെ മേക്കപ്പ് ചെയ്താലും അത് വെളിയിലേക്ക് അറിയാനായിട്ട് കഴിയും. ഇവർക്ക് ഒരുപാട് പ്രായം കൂടുതലല്ലേ എന്നുള്ള സംശയം നവീൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും അതത്ര കാര്യമാക്കിയില്ല നവീൻ. അതിന് കാരണം എന്തായാലും ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടല്ലേ, പിന്നെ കൂടുതലായിട്ട് ആലോചിക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് നവീനും വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഇവർ രണ്ടുപേരും ഫ്രീ ആയി കിട്ടുന്ന സമയത്തെല്ലാം തന്നെ റൂം ബുക്ക് ചെയ്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായി തുടങ്ങി. അതായത് ഇവർക്ക് സമയം കിട്ടുന്ന സമയത്തെല്ലാം തന്നെ ഇവർ രണ്ടുപേരും നേരിൽ കാണുകയാണ്. രണ്ടുപേരും തനിച്ചാണ് ബാംഗ്ലൂരിൽ താമസിക്കുന്നത് എന്നത് തന്നെയാണ് ഇതിന് കാരണം. ശോഭ നവീനുമായിട്ട് ചെലവഴിക്കുന്ന പ്രൈവറ്റ് നിമിഷങ്ങളിലെല്ലാം തന്നെ ശോഭ ഒരു കാര്യം ചെയ്യാറുണ്ട്. അതായത് ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ഫോട്ടോസ് എടുക്കും, അതുപോലെ തന്നെ വീഡിയോസ് എടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെക്കും. ഇതേ രീതിയിൽ ഏകദേശം 2 മാസം മുന്നോട്ട് പോയി. ഈ 2 മാസം മുന്നോട്ട് പോയതിന് ശേഷം നവീൻ്റെ മനസ്സിൽ ശോഭയെക്കുറിച്ച് വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് ഈ ഒരു ശാരീരികമായി ബന്ധപ്പെടുന്നതിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ആർത്തി ഉണ്ടാവുമോ എന്നുള്ളൊരു വലിയ ചോദ്യം നവീൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം എത്രമാത്രമാണ് ശോഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് ഇനി അങ്ങോട്ടൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നവീൻ ഇത്തരത്തിലൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. ആ ഒരു ആക്സിഡൻറ്റിൽ നവീൻ്റെ 2 കാലും ഒടിയുന്നു. 2 ആഴ്ചയോളം ഇവർ രണ്ടുപേരും തമ്മിൽ പിന്നീട് കാണാനായിട്ട് കഴിഞ്ഞേയില്ല. എന്നാൽ 2 ആഴ്ചകൾക്ക് ശേഷം ഈ സ്ത്രീ ശോഭ നവീന് മെസ്സേജ് അയച്ചത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ അസുഖങ്ങളെല്ലാം തന്നെ ഒരുവിധം കുറഞ്ഞില്ലേ, ഇനി നീ വേഗത്തിൽ എന്നെ വന്ന് കാണ്, എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ എന്ന രീതിയിലാണ് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഈ മെസ്സേജിന് അവൻ റീപ്ലൈ കൊടുത്തത്, എനിക്ക് ശാരീരികമായിട്ട് ഇപ്പോഴും ഒന്നും തന്നെ ശരിയായിട്ടില്ല, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോഴും വേദനിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് നിന്റെ വീട്ടിൽ വന്ന് കാണാനായിട്ട് പറ്റില്ല, നീ പറയുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളാണ് നവീൻ തിരിച്ച് ശോഭയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
പക്ഷേ ശോഭ എന്നെ കാണാനായിട്ട് നീ വരണമെന്ന് വല്ലാതെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ശോഭ ഇത് പറയുന്നത് സ്നേഹത്തിൻ്റെ പുറത്തല്ല കേട്ടോ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ശോഭയുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം രാത്രി 8 മണിയോടുകൂടി നവീൻ ശോഭ പറഞ്ഞ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീട്ടിലെത്തിയ സമയത്ത് ശോഭ ഇത്തരത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ പോലെ ഡ്രസ്സെല്ലാം തന്നെ ധരിച്ച് വളരെ വൃത്തിയായിട്ടിരിക്കുകയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം രണ്ടുപേരും ഒരുമിച്ച് കണ്ടതല്ലേ, അവർ രണ്ടുപേരും ഒരുപാട് നേരം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ. മദ്യപിച്ചിരിക്കുന്നതിനിടയ്ക്കാണ് ശോഭ ഒരു വീഡിയോ നവീനെ കാണിച്ചു കൊടുക്കുന്നത്. അത് വളരെ മോശമായിട്ടുള്ള വൃത്തിയായിട്ടൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പറയുന്ന പോലെ എല്ലാം തന്നെ എന്നെ ഇത്തരത്തിൽ എനിക്ക് ചെയ്തു തരണം എന്ന രീതിയിലാണ് ശോഭ നവീനോട് പറഞ്ഞത്. എന്നാൽ നവീൻ ഇത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. നവീന് ഇഷ്ടപ്പെടാത്തൊരു രീതിയാണ് അവർ ഈ വീഡിയോയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നവീനെ ഇത്തരത്തിൽ ആ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് ഇഷ്ടമല്ല എന്ന് നവീൻ ഒരുപാട് തവണ ശോഭയോട് പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവർ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അധികമായിട്ടുള്ള മദ്യലഹരിയിൽ അവസാനം ശോഭ നവീനോട് പറഞ്ഞു, നീ ഈ പറയുന്ന പോലെ എനിക്ക് ചെയ്തു തന്നില്ല എങ്കിൽ നമ്മൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം, ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ നിൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ അയച്ചു കൊടുക്കുമെന്ന്. ഇതുപോലെ പറയുക മാത്രമല്ല ചെയ്തത്, ഒരു ഘട്ടത്തിൽ ശോഭ നവീനെ തല്ലാനും തുടങ്ങി. തല്ലുകൊണ്ടപ്പോൾ നവീന് വല്ലാതെ ദേഷ്യം വന്നു. തൻ്റെ മനസ്സിലുള്ള ആ ഒരു ചോദ്യം നവീൻ ശോഭയോട് ചോദിക്കുകയും ചെയ്തു. നിനക്ക് 45 വയസ്സിന് മുകളിൽ പ്രായമില്ലേ? നീ എന്നോട് നുണ പറഞ്ഞതല്ലേ നിനക്ക് 35 വയസ്സാണ് പ്രായമെന്ന്? ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ നവീൻ അങ്ങോട്ട് നിലവിളിക്കാനായി തുടങ്ങി. പക്ഷേ ഇത് കേട്ടപാടെ ശോഭയ്ക്ക് കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, എനിക്ക് 48 വയസ്സാണ് പ്രായം, പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നീ എനിക്ക് ചെയ്തു തരണം, ചെയ്തു തന്നേ പറ്റൂ എന്നാണ് ശോഭ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സപ്പോസ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ പറയുന്ന പോലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കും, നീ നാണം കെടും, അതല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ കയറി വരും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശോഭ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതെല്ലാം പറഞ്ഞത് കേട്ടപ്പോൾ ശോഭ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയ നവീൻ വല്ലാതെ ദേഷ്യം വന്നിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്തു. ശോഭയുടെ കഴുത്തിൽ പിടിച്ചമർത്താനായി തുടങ്ങി. വല്ലാതെ അമർത്തിയ സമയത്ത് ഒരു സാഹചര്യത്തിൽ ശോഭ മരിച്ചു പോവുകയും ചെയ്തു. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തതുകൊണ്ട് തന്നെ നവീന് ശോഭ മരിച്ചു എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു പേടിയായി, വല്ലാത്തൊരു വെപ്രാളമായി. എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് വിചാരിച്ചിട്ട് ശോഭയുടെ ATM കാർഡും കഴുത്തിലെ മാലയും മോതിരവും എല്ലാം തന്നെ ഊരിയെടുത്തിട്ട്, അതായത് പണത്തിന് ആവശ്യം വരുമല്ലോ, ഇനി അങ്ങോട്ട് ഒളിഞ്ഞിരിക്കേണ്ടതാണല്ലോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് ശോഭയുടെ കാർ എടുത്തിട്ട് അയാൾ ബാംഗ്ലൂരിൽ നിന്നും ഔട്ട്സൈഡിലുള്ള ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ കാർ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം ശോഭ ശോഭ വളർത്തിയ ഇളയ മകൾ ശോഭയെ ഫോണിൽ വിളിക്കുകയാണ്. വിളിച്ച സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. ഒരുപാട് തവണ ഇത്തരത്തിൽ വിളിച്ചു നോക്കി, അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ വല്ലാത്തൊരു സംശയം തോന്നിയ ഈ മകൾ ശോഭയുടെ വീട്ടിലേക്ക് നേരിട്ട് വരികയാണ്. ശോഭയുടെ വീട്ടിലെത്തിയ ശേഷം ആ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നതാണ് ആ മകൾ കണ്ടത്. വീട്ടിനുള്ളിൽ കയറിയിട്ട് കിച്ചൻ്റെ അവിടെയും ഹാളിൻ്റെ അവിടെയും എല്ലാം തന്നെ പോയി നോക്കിയപ്പോൾ അവിടെ ശോഭയില്ല. ഒരുപാട് തവണ അമ്മയുടെ പേര് എടുത്ത് വിളിക്കുകയും ചെയ്തു. അവസാനം ബെഡ്റൂമിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കിയ സമയത്ത് ശരീരത്തിൽ ഡ്രസ്സൊന്നും ഇല്ലാതെ ശോഭ നിലത്ത് കിടക്കുന്നതാണ് ആ മകൾ കണ്ടത്. വേഗം പോയിട്ട് അമ്മയെ എഴുന്നേൽപ്പിക്കാനായിട്ട് അമ്മയുടെ തലയെല്ലാം തന്നെ കുലുക്കി വിളിച്ചു. പക്ഷേ അവർ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. ഹേർട്ട് ബീറ്റ് നോക്കിയ സമയത്ത് മിടിക്കുന്നില്ല, ശ്വാസവുമില്ല. സോ അമ്മ മരിച്ചു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്തു. മകൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെ എല്ലാം തന്നെ ചെക്ക് ചെയ്തു. അവിടെ എല്ലാം തന്നെ ചെക്ക് ചെയ്ത സമയത്ത് പോലീസുകാർ വിചാരിച്ചത് ശോഭ ഇത്തരത്തിൽ ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാവാമെന്നാണ്. എന്നാൽ ഓട്ടോപ്സി ചെയ്യാനായിട്ട് അയച്ച സമയത്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിൽ കഴുത്ത് ഞെരിച്ചാണ് ശോഭ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ള റിസൾട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ശോഭയുടേത് ഒരു സാധാരണ മരണമാണെന്ന് വിചാരിച്ച പോലീസുകാർക്ക് അവസാനം മനസ്സിലായി ഇതൊരു കൊലപാതകമാണ് എന്ന്. സോ കൊലപാതകത്തിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശോഭയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം തന്നെ പോലീസുകാർ മനസ്സിലാക്കിയത്. ശോഭയും ഭർത്താവും തമ്മിൽ ഇത്തരത്തിൽ സെപ്പറേറ്റഡ് ആണ്, 2 പെൺമക്കളുണ്ട്, 2 പേരുടെയും വിവാഹം കഴിപ്പിച്ചു കൊടുത്തു, ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന്, ആരും ശത്രുക്കളൊന്നും ഇല്ല എന്ന് പോലീസുകാർ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശോഭ ആരെയെല്ലാമാണ് കൂടുതലായിട്ട് വിളിച്ചിരിക്കുന്നത് എന്ന് പോലീസുകാർ ട്രേസ് ചെയ്യുന്നത്. ഇങ്ങനെ ട്രേസ് ചെയ്ത സമയത്ത് 15 നമ്പറുകൾ അതിലുണ്ടായിരുന്നു. 14 നമ്പറുകൾ ശോഭയുടെ സുഹൃത്തുക്കളും അതുപോലുള്ള ചില ആളുകളാണെന്ന് മനസ്സിലാക്കി. എന്നാൽ ഒരു നമ്പർ, ആ ഒരു നമ്പറിലേക്ക് കഴിഞ്ഞ 2 മാസമായിട്ട് ഒരുപാട് കോള് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ കണ്ടുപിടിച്ചു. ശോഭ കഴിഞ്ഞ 2 മാസമായിട്ട് കൂടുതലായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നവീനോടാണെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ നവീൻ്റെ നമ്പർ ശോഭയുടെ മകൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇത് ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ മകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ശേഷം നവീനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങിയ പോലീസുകാർക്ക് ശോഭയുടെ കാർ ലഭിക്കുകയാണ്. ബാംഗ്ലൂരിൻ്റെ ഔട്ട്സൈഡിൽ ഒരു കാർ തനിച്ച് പാർക്ക് ചെയ്യപ്പെട്ട രീതിയിൽ. ആ ഒരു കാർ പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു CCTV ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കാർ ആരാണ് അവിടെ പാർക്ക് ചെയ്തതെന്ന് പോലീസുകാർ CCTV വിഷ്വൽസ് നോക്കിയ സമയത്ത് അത് നവീനാണെന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. CCTV വിഷ്വൽസിൽ നവീനെ കണ്ട സമയത്ത് പോലീസുകാർ
പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പായി, ഇവൻ തന്നെയാണ് ശോഭയെ കൊലപ്പെടുത്തിയതെന്ന്. നവീൻ തൻ്റെ ഫോൺ ബാംഗ്ലൂരിൽ വെച്ച് സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് അവിടെ നിന്നും പോയത്. അതുകൊണ്ട് തന്നെ നവീൻ എവിടേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് പോലീസുകാർക്ക് യാതൊരു ഐഡിയയും ഇല്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് ഈ പറയുന്ന ശോഭയുടെ അക്കൗണ്ടിൽ നിന്നും ATM വഴി 1 ലക്ഷം രൂപയോളം വിഡ്രോ ചെയ്യുകയാണ് നവീൻ. ഈ ഒരു കാര്യം പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു. വളരെ പെട്ടെന്ന് നവീൻ ക്യാഷ് എടുത്ത ആ ഒരു ATMൻ്റെ ലൊക്കേഷനിലേക്ക് പോലീസുകാർ എത്തിയിട്ട് നവീൻ്റെ ഫോട്ടോ അവിടെയുള്ള എല്ലാവരോടും കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കണ്ടോ എന്ന്. അവസാനം നവീൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ആ ഒരു വീട്ടിൽ ചെന്നിട്ട് നവീനെ പോലീസ് ഓഫീസേഴ്സ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നവീനെ അറസ്റ്റ് ചെയ്ത പോലീസുകാർ നവീനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് നവീൻ എന്താണെന്ന് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു. ഇത്തരത്തിൽ ഞാനും ശോഭയും തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. ആദ്യം ചാറ്റിംഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്, പിന്നീട് ഫോൺ വിളിയായി, വീഡിയോ കോളായി, അവസാനം അത് ബെഡ്റൂം വരെ എത്തി. അതുകൂടാതെ ഈ പറയുന്ന രീതിയിൽ ശോഭ ഇവനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദേഷ്യം സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ ഇത്തരത്തിൽ കഴുത്ത് അമർത്തി പിടിച്ചത്, അപ്പോൾ അവർ മരണപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നവീൻ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു. ഇതിൽ പോലീസുകാരെ പോലും അതിശയിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ നവീൻ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ശോഭ എനിക്ക് കാണിച്ചു തന്നു, അതുപോലെ എല്ലാം തന്നെ ചെയ്യാൻ പറഞ്ഞു, പക്ഷേ അതെനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ സമയത്ത് പോലീസുകാർ എന്ത് വീഡിയോ ആണ് കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ അല്ലെങ്കിൽ അവൻ കാണിച്ചു കൊടുത്ത ആ ഒരു വീഡിയോ കണ്ടപ്പോൾ പോലീസുകാർ പോലും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് ഇത്രയധികം ഒരു അഡിക്ഷൻ ഉണ്ടാവുമോ എന്ന് പോലീസുകാർക്ക് പോലും തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നവീൻ്റെ ഏറ്റുപറച്ചിലിനെല്ലാം ശേഷം FIR രജിസ്റ്റർ ചെയ്തിട്ട് പോലീസുകാർ കോടതിയിൽ എത്തിച്ചു നവീനെ. ഈ കേസ് ഇപ്പോൾ ട്രയൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വിധിയൊന്നും തന്നെ വന്നിട്ടില്ല. ഈ കേസിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കിയ സമയത്ത് ചിലപ്പോൾ പലർക്കും ചിരി വരാം. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചൂലേ, വെറുതെ വല്ല ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിച്ച് പോകാം. പക്ഷേ ഇത് ആർക്കും വരാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏകാന്തതയിൽ നിൽക്കുന്ന സമയത്ത് ആദ്യം ഒരു സമയം പോക്കിനായിട്ട് ഇതുപോലെ ആരെങ്കിലുമായിട്ട് ചെറിയ രീതിയിലുള്ളൊരു ബന്ധം തുടങ്ങും. പക്ഷേ അവസാനം അത് ഏതൊക്കെ രീതിയിലാണ് കൊണ്ടുവന്ന് അവസാനിക്കുക എന്ന് പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഇതുപോലുള്ള ബന്ധങ്ങൾ തുടങ്ങാനായിട്ട് അധികം കഷ്ടപ്പാടുകളൊന്നുമില്ല. അതായത് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടല്ലോ, ഈ പറയുന്ന സോഷ്യൽ മീഡിയ, നിരവധി ആപ്ലിക്കേഷനുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ആദ്യം വെറും ഒരു തമാശയ്ക്കായിരിക്കും തുടങ്ങി വെക്കുക, പിന്നീട് അത് ജീവിതം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെയധികം ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു കുഴപ്പവും വരില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നത്. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.